USS എഴുതുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മലയാളം ഫസ്റ്റിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളം സെക്കൻഡിൽ നിന്നും ഏതെല്ലാം വിധത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക, അതിനെങ്ങനെയൊക്കെയാണ് നമുക്ക് ഉത്തരം എഴുതേണ്ടത് എന്നുള്ള സൂചനകളൊക്കെ നൽകിക്കൊണ്ടാണ് ഇന്ന് സാറ് ഈ വീഡിയോ നിങ്ങളോട് അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം മലയാളം സെക്കൻഡിൽ ഏതൊക്കെയാണ് പാഠം വരിക, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. USS മലയാളം സെക്കൻഡ്. മഞ്ജുളമീ കലാസൃഷ്ടിക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം. മഞ്ജുളമായ കലാസൃഷ്ടി എന്ന കവി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? നമുക്കറിയാം, ഞാറു നടുന്നതിനെയാണ്, അല്ലേ? ഞാറു നടുന്ന ആ കലാസൃഷ്ടിയാണ് ഇവിടെ സൂചിപ്പിച്ചത്. കേരള സർക്കാർ കണ്ണൂർ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വയംഭരണ സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി. ഈ അക്കാദമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? നോക്കൂ, 1995 ഇത് സ്ഥാപിച്ചത്. നാടൻ കലകളെ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധീകരിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ആസ്ഥാനം തലശ്ശേരിയാണ്. നാടൻ കലകളെ പ്രചരിപ്പിക്കുന്നതാണ്. അപ്പം 1, 3, 4 അല്ലേ? നോക്കൂ, 1, 3 ഏതാ? 1 1995 സ്ഥാപിച്ചു. 3 ആസ്ഥാനം തലശ്ശേരിയാണ്. നാടൻ കലകളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് ഉത്തരം ശരിയെന്ന് പറയുന്നത്, അല്ലേ? ഇതിൻ്റെ ഉത്തരം ശരിയെന്ന് പറയുന്നത് അതാണ്. ഏത്? 1 നോക്കൂ, ഒരു മിനിറ്റ് മക്കളെ, ഉത്തരം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. 1, 2, 4 സോറി 1, 2, 4 എന്നുള്ളതാണ് ശരിയെന്ന് തോന്നുന്നു, അല്ലേ? നാടൻ കലകളെ ഇതാക്കാനുള്ളതാണ്. നാടൻ കലകളെ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധീകരിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ 1, 2, 4 എന്നിവയാണ് ശരിയായ ഉത്തരം. നമുക്ക് അത് ഉത്തരത്തിൻ്റെ ചെറിയൊരു ഭാഗം അതിൽ മാസ്കായി പോയത് കൊണ്ടുണ്ടായ ഒരു ചിന്താക്കുഴപ്പമാണ് മക്കളെ. സൂചനയിൽ നിന്നും എഴുത്തുകാരനെ കണ്ടെത്തൂ. 1955 ഏപ്രിൽ 10 ജനിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ ജോലിക്കാരനായിരുന്നു. അമ്മ മലയാളം, കീഴാളൻ, പെണങ്ങുണ്ണി തുടങ്ങിയ പ്രധാന കവിതാ സമാഹാരങ്ങളാണ്. 2011 1955 ജനിച്ചത്. 2011 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ആശാൻ സ്മാരക പുരസ്കാരം, വൈലോപ്പിള്ളി പുരസ്കാരം എന്നിവ ലഭിച്ചു. കൂരിപ്പുഴ ശ്രീകുമാർ, സച്ചിദാനന്ദൻ, കടമനിട്ട രാമകൃഷ്ണ, അയമനം ജോൺ. കൂരിപ്പുഴ ശ്രീകുമാർ എന്ന് പറയുന്ന ഉത്തരമാണ് ശരിയായിട്ടുള്ളത്. അപ്പം മക്കൾക്ക് പഠിക്കാനുള്ളതാണ്, ഓർത്ത് വെക്കുക. ഞാൻ നേരത്തെ ഫസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെയാണ് സെക്കൻഡിനെ കുറിച്ചും പറയാൻ പോകുന്നത്. നിങ്ങൾ പാഠപുസ്തകവും പാഠഭാഗങ്ങളും അതോടൊപ്പം തന്നെ അത് എഴുതിയ എഴുത്തുകാരെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം നിർബന്ധമാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യത ഏറെയാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക കുഞ്ഞുമക്കൾ. കാല് പുതയും വരമ്പത്തെ പായ്ച്ചെളിത്താരിൽ, താമരത്താർ അല്ലേ? ചെളിത്താരിൽ താമരത്താർ വിടർത്തി. ഇതിൽ താമരത്താർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സ്ത്രീകളുടെ പാദങ്ങളെയാണ്. ചളിയിൽ അമർന്ന് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പാദങ്ങളെയാണ് കവി ഇവിടെ പറഞ്ഞു. സ്ത്രീകളുടെ പാദങ്ങൾ, സ്ത്രീകളുടെ കൈകൾ, സ്ത്രീകളുടെ മുഖം, സ്ത്രീകളുടെ കണ്ണുകൾ. അപ്പോൾ സ്ത്രീകളുടെ പാദങ്ങളാണ് താമരത്താർ പോലെ ചെളിയിൽ കാലമർത്തിക്കൊണ്ട് ജോലി ചെയ്യുന്ന അവരെയാണ് താമരത്താർ എന്നതുകൊണ്ട് സ്ത്രീകളുടെ പാദങ്ങളാണ് ഉദ്ദേശിച്ചത്. പാറി വന്ന സെപ്റ്റംബറിൽ മുകിലുകൾ 4 ദിക്കിലും കറുത്ത കോട്ടയായി തീ കുടുക്കകൾ ഉടയ്ക്കുമന്തിയിൽ ഫാത്തിമ തുരുത്തിലൊന്നു പോകണം എന്ന് കവിതയിലെ തീക്കുടുക്കുകൾ എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് സന്ധ്യാസമയത്തെ ഇടിമുഴക്കങ്ങളുടെ ശബ്ദ തീവ്രതയും ഭയാനകതയുമാണ്, അല്ലേ? ആ ഭയാനകതയും അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സന്ധ്യാസമയത്ത് ഇടിമുഴക്കങ്ങളുടെ ശബ്ദവും അതിൻ്റെ തീവ്രതയുമാണ് തീക്കുടുക്കുകൾ ഉടയ്ക്കുമന്തിയിൽ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. കടത്തനാട് മാധവമ്മയുടെ കൃതി അല്ലാത്തതേത്? ഭാരത സ്ത്രീകൾ, കണിക്കൊന്ന, കാവ്യോപഹാരം, കണ്ണുനീർ. അതിൽ ഭാരത സ്ത്രീകൾ എന്ന് പറയുന്നതാണ് അവരുടെ കൃതി അല്ലാത്തത്. ബാക്കിയൊക്കെ അവരുടെ കൃതി തന്നെയാണ്.
പി ശിവലിംഗൻ ഏതു ഭാഷയിലാണ്? ഇരുള അല്ലേ, ഇരുള വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അവരുടെ ഭാഷയിലാണ് കൃതികൾ എഴുതിയത്. കൂട്ടത്തിൽ വ്യത്യസ്തമായത് തലയിട്ടു തല പ്ലസ് ഇട്ടു, തൊപ്പിയിട്ടു തൊപ്പി പ്ലസ് തൊപ്പി അഴിച്ച് തൊട്ടി അഴിച്ച് തൊട്ടി പ്ലസ് അഴിച്ച്, ഉമ്മ എവിടെ ഉമ്മ പ്ലസ് എവിടെ, പൂച്ചക്കാര്യം പൂച്ച പ്ലസ് കാര്യം. അപ്പോൾ ഇതും യായാണ് വന്നിരിക്കുന്നത്, ഇതും യായാണ് അല്ലേ. തല പ്ലസ് ഇട്ടു തല ഇട്ടു യാ വന്നു, തൊട്ടി പ്ലസ് അഴിച്ചു തൊട്ടി അഴിച്ചു യാ വന്നു, ഉമ്മ പ്ലസ് എവിടെ ഉമ്മ എവിടെ യാ വന്നു. ഇവിടെ പൂച്ച പ്ലസ് കാര്യം, ഇവിടെ കാ എന്നത് എന്ത് ചെയ്താണ്? ഇരട്ടിച്ചതാണ്. അപ്പോൾ മൂന്നിലും യാ ആഗമിക്കുമ്പോൾ ഒന്നിൽ മാത്രം കാ ഇരട്ടിക്കുന്നു. അങ്ങനെയെങ്കിൽ വ്യത്യസ്തമായത് ഏതായിരിക്കും മക്കളെ? കാ ഇരട്ടിച്ചു എന്നുള്ളതായിരിക്കും. മനസ്സിലായി? പിരിച്ചെഴുതി തന്നെ നോക്കുക മക്കള്. പിരിച്ചെഴുതുമ്പോൾ വരുന്ന മാറ്റമാണല്ലോ സന്ധി അല്ലേ? മക്കൾക്ക് അറിയാലോ അല്ലേ? പിരിച്ചെഴുതി അതിൽ വരുന്ന മാറ്റമാണ് സന്ധി. ഇവിടെ വന്ന മാറ്റം എന്താ? തല പ്ലസ് ഇട്ടു എന്ന് വരുമ്പോൾ തല ഇട്ടു യാ എന്ന അക്ഷരം കടന്നു വരികയാണ് ചെയ്യുന്നത്. മൂന്നിലും യാ എന്ന അക്ഷരം കടന്നു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ലാസ്റ്റിൽ വന്നിരിക്കുന്നത് പൂച്ച കാര്യം എന്നുള്ളത് പൂച്ച പ്ലസ് കാര്യം, പൂച്ചക്കാര്യം അല്ലേ, കാ ഇരട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായുള്ളത് ഏത് തന്നെയാണ്? ഡി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കുമ്മാട്ടി പുല്ല് എന്നറിയപ്പെടുന്ന പുല്ല് താഴെ പറയുന്നത് പർപ്പടക പുല്ലാണ്. അത് അതിൽ പറയുന്നുണ്ട് അല്ലേ. കുമ്മാട്ടി കളിക്കുന്നതിന് മുമ്പായിട്ടുള്ള ചടങ്ങുകളിൽ പറയുന്നുണ്ട് പർപ്പടക പുല്ല് ശേഖരിച്ചു കൊണ്ടാണ് കുമ്മാട്ടി കളിക്ക് വേണ്ടി മേലാസകലം ചുറ്റുന്നത് എന്ന് പറയുന്ന പദപ്രയോഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരവ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് മക്കളെ. കവിതാഭാഗങ്ങൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മഞ്ഞും മഴയും തണുപ്പുമെല്ലാം എന്നുമേറ്റിങ്ങനെ വേല ചെയ്താൽ കിട്ടുന്നതെന്താണ്? അരവയറു കഷ്ടിച്ച് അടയ്ക്കുവാൻ വല്ലതുമാം ചെറ്റക്കുടിലിൽ കഴിച്ചുകൂട്ടും കഷ്ടപ്പെടുന്ന തൻ സോദരർക്കും മാനത്തു മുട്ടുന്ന മാളികയിൽ വാഴും മുതലാളിമാർക്കുമെല്ലാം മൃഷ്ടാനമേകുവാനിക്കരങ്ങൾ നട്ടു വളർത്തും ഫലങ്ങൾ വേണം. പൂക്കുന്നു കായ്ക്കുന്നു വിശ്വഭാഗ്യം വായിക്കും ഇവർക്ക് തൻ വിയർപ്പു മൂലം കൂപ്പുകൈയോട് പിറന്നിടുന്നു പൂക്കൾ അതിനാൽ അവർക്ക് മുന്നിൽ. മഞ്ഞും മഴയും തണുപ്പുമാം ഏറ്റവും എങ്ങനെ വേല ചെയ്താൽ കിട്ടുന്ന അരവയറ് കട്ടിച്ച് അടയ്ക്കും വല്ലതും. ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? ദാരിദ്ര്യമാണ് അല്ലേ. രാപ്പകൽ അധ്വാനിച്ച് കഴിഞ്ഞാൽ അരവയർ നിറയാനേ കിട്ടുമെന്ന് പറയുന്നിടത്ത് ദാരിദ്ര്യമാണുള്ളത്. പൂക്കുന്നു കായ്ക്കുന്നു വിശ്വഭാഗ്യം വായിക്കും ഇവർ തൻ വിയർപ്പ് മൂലം. ആരെക്കുറിച്ചാണ്? കർഷകരെ കുറിച്ചാണ് അല്ലേ. മണ്ണിൽ അധ്വാനിക്കുന്ന കർഷക വിഭാഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകുകയാണ് ഈ വരികളിലൂടെ ചെയ്യുന്നത്. കർഷകരോടുള്ള നന്ദി സൂചകം എന്നോണം കൂപ്പുകൈകളോടെ പിറക്കുന്നത് ആരാണ്? പൂക്കളാണ് അല്ലേ. കൂപ്പുകൈയോടെ കർഷകർക്ക് വേണ്ടി കൂപ്പുകൈയോടെ നിൽക്കുന്നത് പൂക്കളാണ്. കൈ എന്ന അർത്ഥത്തിൽ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം കരം എന്നുള്ളതാണ് അല്ലേ. എ ആണ് കരം, കൈ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2025 പത്മഭൂഷൺ ലഭിച്ച PR ശ്രീജേഷ് ഏത് മേഖലയിലാണ് പ്രശസ്തൻ അല്ലേ? കായിക മേഖലയിലാണ് ശ്രീജേഷ്. അറിയാലോ ശ്രീജേഷ് ആരാ? ഹോക്കിയുടെ കീപ്പറാണ് നമുക്കല്ലേ. ഹോക്കിയുടെ കീപ്പറായിട്ടുള്ള കായികവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് എഴുത്തുകാരനെ കണ്ടെത്താമോ? കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ജനനം. കാരൂരിന് ശേഷം അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായി. ലാളിത്യം, ഗ്രാമീണത, നർമ്മരസം തുളുമ്പുന്ന രചനകൾ. പാഠം 30, സ്വർഗസമീക്ഷ, സ്കൂൾ ഡയറി, ഷമീല ഫപ്മി തുടങ്ങിയ രചനകൾ. അക്ബർ കക്കട്ടിലാണ് എഴുത്തുകാരൻ. കോഴിക്കോട് അടുത്ത് വടകരയിലാണ് ഏറ്റവും കൂടുതൽ അധ്യാപക കഥകൾ എഴുതിയിരുന്നത്. കാരൂരിൻ്റെ കഥകളിലായിരുന്നു. കാരൂർ നീലാണ്ടപിള്ളയ്ക്ക് ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അധ്യാപക കഥകൾ എഴുതിയ എഴുത്തുകാരൻ കൂടിയാണ് അക്ബർ കക്കട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും എഴുത്തുകാരനെ ചോദിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എഴുത്തുകാരെക്കുറിച്ച് മുഴുവൻ ഒന്ന് നന്നായി പഠിച്ചു പോയാൽ ഇതുപോലെയുള്ള സൂചനകൾ വരുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ആരാണ് എഴുത്തുകാരൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു, എന്താണ്? നിങ്ങൾ കൃത്യമായി പാഠഭാഗവും ആ പാഠഭാഗം എഴുതിയ ആളെക്കുറിച്ചുമുള്ള വ്യക്തമായ
വ്യക്തമായ സൂചനകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്നുമുള്ള ചോദ്യം വരാൻ ഏറ്റവും സാധ്യതയുള്ളതാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണേ മക്കളെ. തിരമുറിച്ച് കനവ് നെയ്തവർ എന്ന ശീർഷകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവർ എന്ന് തന്നെയാണ്, അല്ലേ? പ്രളയജലത്തെ തടഞ്ഞു നിർത്തുന്നവർ, സമുദ്രത്തിലെ തിരകളെ മുറിച്ചു കടക്കുന്നവർ, പട നയിച്ച് യുദ്ധം ചെയ്യിക്കുന്നവരല്ല, പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരെയാണ് തിരമുറിച്ച് കനവ് നെയ്തവർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെയാണ് അത്തരം പദത്തിലൂടെ എന്ത് ചെയ്യുന്നത്, അടയാളപ്പെടുത്തുന്നത്. വെന്നു എന്ന പദത്തിന് തുല്യമായി വരുന്ന പദം ജയിച്ചു എന്നുള്ളതാണ് കേട്ടോ. അവെന്നു, വെന്നു എന്ന് പറഞ്ഞാൽ ജയിച്ചു എന്ന് തന്നെയാണ് വാക്കിനർത്ഥം. മണ്ടി മണ്ടി കരേറുന്നു മോഹവും എണ്ണി എണ്ണി കുറയുന്നു ഇതായുസ്സും. ആരുടെ വരി അറിയാലോ അല്ലേ? നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. മണ്ടി മണ്ടി കരേറുന്നു മോഹവും എണ്ണി എണ്ണി കരേറുന്നിതായുസ്സും. അറിയോ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. പൂന്താനം അല്ലേ? പൂന്താനം. ഇതിൻ്റെ ഈ കവിതയുടെ പേരറിയോ മക്കൾക്ക്? സോറി മക്കളെ, ജ്ഞാനപ്പാന എന്നാണ് കേട്ടോ. ഈ കൃതിയുടെ പേര് ജ്ഞാനപ്പാനയാണ്. ജ്ഞാനപ്പാനയുടെ വരിയാണ്. എഴുതിയത് പൂന്താനമാണ്. പൂന്താനം നമ്പൂതിരിയാണ് എഴുതിയത്. അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രി. ജലദോഷത്തിൻ്റെ സാധ്യതയാണ്. അതുകൊണ്ട് ചെറിയ തുമ്മലുകളും ചുമകളും ഒക്കെ എൻ്റെ കുഞ്ഞുമക്കൾ ക്ഷമിക്കുക. അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം അവിടെ മറ്റൊരു ഇല പെയിൻറ് ചെയ്തു. ആരാണ് അദ്ദേഹം? ബെയ്മാനാണ് അല്ലേ? ബർമാൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് അത് എഴുതിയത്. തുമ്മാൻ പൊരുതി ഉടുപുടത്തുമ്പ്. തുമ്മാൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് വെറ്റില മുറുക്കാനുള്ള സാധനങ്ങളെയാണ് തുമ്മാൻ. തുമ്മാൻ പെരുതി ഉടുപുടത്തുമ്പ്, അതായത് വെറ്റില മുറുക്കാൻ വെറ്റിവെച്ച മുണ്ടിൻ്റെ തല എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. സൂചന നോക്കി കലാരൂപം ഏതെന്ന് കണ്ടെത്തുക. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും അരങ്ങേറുന്നു കുമ്മാട്ടിയ. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഇതാക്കുന്നു. പന്നിമറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭം അഭിനയിക്കുന്നു. ഗ്രാമവീഥികളും മുറ്റങ്ങളും അരങ്ങ് ഉപയോഗിക്കുന്നു. അത് കുമ്മാട്ടി എന്ന് പറയുന്ന കലാരൂപമാണ്. കൂട്ടത്തിൽ പെടാത്ത വിത്ത് ഗുണം 10 ഗുണം. ഉഴവ് പിഴച്ചാൽ വിളവ് പിഴയ്ക്കും. ഞാറു ഉറച്ചാൽ ചേറു ഉറച്ചു. ഇരിക്കണ കൊമ്പ് മുറിക്കരുത്, അല്ലേ? ബാക്കിയെല്ലാം കൃഷിയുമായി, നെൽകൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റെല്ലാ വാക്യങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. പക്ഷേ ഇത് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതല്ല. എയ്സൺ കൊച്ചുമോൻ എന്ന ഏത് കാർഷിക മേഖലയാണ് പ്രശസ്തി കൈവരിച്ചത്? പച്ചക്കറിയിലാണ്, അല്ലേ? എയ്സൺ കൊച്ചുമോൻ എന്ന് പറയുന്ന വ്യക്തി പച്ചക്കറി കൃഷിയിലാണ് ഇത് ഭരിച്ചത്. കാര്യം, വിത്ത് മൂടിയാൽ മുടയിൽ സൂക്ഷിച്ചു വിത്തിൽ നിന്ന് ആദ്യം മൂപ്പ് കിട്ടിയ വിത്തുകളാണ് നടാനായി പുറത്തെടുക്കുന്നത്. കാരണം വിത്തുകൾ മുഴുവൻ പാകമാകാത്തത് കൊണ്ട്. കാരണം ശരി, കാരണം ശരി, കാരണം തെറ്റ്, കാര്യം ശരി, കാരണം തെറ്റ്, കാര്യം തെറ്റ്, കാരണം ശരി, കാര്യം ശരി, കാരണം തെറ്റ്, അല്ലേ? വിത്ത് മുടയിൽ സൂക്ഷിച്ച് വിത്തിൽ നിന്ന് ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് നടാൻ വെക്കുന്ന. വിത്തുകൾ മുഴുവൻ പാകമാകാത്തത് കൊണ്ടല്ല, അതിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ കാര്യം ശരിയാണ്, കാരണം തെറ്റാണ്. അറിയാനുള്ള ആഗ്രഹം എന്നതിന് ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏത്? ജിജ്ഞാസ, അല്ലേ? സഫലമല്ല, സംഭ്രാന്തിയല്ല, ആരവവുമല്ല, അതൊക്കെ വ്യത്യസ്ത അർത്ഥം വരുന്നതാണ്. ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം എന്നതിനുള്ള ഒറ്റ പദം എന്ന് പറയുന്നത്. ജിജ്ഞാസ എന്ന പദമാണ്. മക്കൾ തെറ്റാതെ എല്ലാം എഴുതി വെക്കണം, കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഉദ്ഘാടനം, 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 ഉദ്ഘാടനം. ഇതിൽ എ ആണ് ശരി കേട്ടോ മക്കളെ. ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം എന്ന വാക്കാണ് ശരി. മീനിളക്കങ്ങൾ നോക്കിയിരുന്ന് അടിവരയിട്ട പദം വികസിപ്പിച്ചാൽ മീനും ഇളക്കവും, മീനിൻ്റെ ഇളക്കം, മീനുകളുടെ ഇളക്കം, മീനാകുന്ന ഇളക്കം, മീനുകളുടെ ഇളക്കമാണ്. മീനിളക്കങ്ങൾ, മീനുകളുടെ ഇളക്കങ്ങളാണ് ഇവിടെ ഉദ്ദേശിച്ചത്.
നാളത്തെ പൊന്മാൻ എന്ന കഥയുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടതാണ്. പ്രകൃതിയിൽ ഓരോ ചെറു ജീവികളും അതിജീവനത്തിനായി ശ്രമിക്കും. 1, 2, 3 ശരിയാണ് അല്ലേ? നാളത്തെ പൊന്മാൻ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആ എന്ന അക്ഷരം വേറിട്ട അർത്ഥത്തിൽ ചേർത്തുപയോഗിച്ചിരിക്കുന്ന പദം അധർമ്മം, അനുജൻ, അശാന്തി, അജ്ഞാതം അല്ലേ? ആ എന്ന അക്ഷരം വേറിട്ട അർത്ഥത്തിൽ ചോദിച്ച അധർമ്മം, അനുജൻ, അശാന്തി. അശാന്തിയാണ്. ശാന്തി എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് അശാന്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതാണ് വരുന്നത്. ശരിയല്ലാത്ത ജോഡി റങ്കിയ കാട്, ഉറങ്ങിയ കാട്. ഒരു വാസ ഒരു ഭാഷ. മണ ഉണ്ട് മനസ്സുണ്ട്. വീന്ത് മുളച്ച വീണ് മുളച്ച. മണ ഉണ്ട് മനസ്സുണ്ട്. മണ പ്ലസ് ഉണ്ട് മനസ്സുണ്ട് അല്ലേ? അതാണ് ശരിയല്ലാത്ത ജോഡി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ശരിയായ ജോഡി. ഇറങ്ങിയ ഉണങ്ങിയ കാട്, ഒരു വാസ ഒരു ഭാഷ, വീന്ത് മുളച്ച വീണ് മുളച്ച എന്നൊക്കെ ശരിയാണ്. അതിൽ പെടാത്തത് മണ പ്ലസ് ഉണ്ട് മനസ്സുണ്ട് എന്നുള്ള പദമാണ് യോജിക്കാത്ത പദം. ചെറുവയൽ രാമൻ എന്ന കർഷകനെ തേടിയെത്തിയ രാജ്യത്തെ പരമോന്നത പുരസ്കാരം പത്മശ്രീയാണ് അല്ലേ? എ ആണ് ശരി. പത്മശ്രീ പുരസ്കാരം ലഭിച്ച അദ്ദേഹമാണ് വിത്തുകളെക്കുറിച്ചൊക്കെ നമ്മോട് കൃത്യമായി വിത്തുകളുടെ എങ്ങനെ ഉപയോഗിക്കണം, ഏത് വിത്താണ്, നെൽകൃഷിക്ക് ഏത് ഉപയോഗിക്കണം, പച്ചക്കറിക്ക് ഏത് ഉപയോഗിക്കണം എന്നൊക്കെയുള്ള വ്യത്യസ്തമായ തലങ്ങളിലേക്ക് നമ്മളെ ചിന്താധാരയെ ഇറക്കി വിട്ട അല്ലേ വിത്തിൻ്റെ ഗുണം എന്നോ മറ്റോ പറഞ്ഞ പാഠം നിങ്ങൾ പഠിച്ച പാഠമാണ്. പർവ്വതം എന്ന പദത്തിന് സമാനമല്ലാത്തത് ഗിരി, അചലം, അദ്രി, ആഴി. ആഴി എന്ന് പറഞ്ഞാൽ കടൽ എന്നാണ് അർത്ഥം. ബാക്കിയെല്ലാം ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്, അചലം എന്ന് പറഞ്ഞാൽ പർവ്വതമാണ്, അദ്രി എന്ന് പറഞ്ഞാലും പർവ്വത. അതിൽ ആഴി എന്ന് പറയുന്ന പദമാണ് വേറിട്ട് നിൽക്കുന്നത്. അപ്പം മക്കൾ ഏത് രീതിയിലുള്ള ചോദ്യം വരുമ്പോഴും ഒന്ന് മനസ്സിരുത്തി പെട്ടെന്ന് ടിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഉത്തരം എഴുതി പോവാതെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾക്ക് എന്ത് കിട്ടും? കൃത്യമായ ആശയം കിട്ടും. ആ രീതിയിൽ വേണം അത് എഴുതാൻ. 2025 കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. അത് നമ്മൾ നേരത്തെയും കണ്ടതാണ് ആ ഒരു ചോദ്യം. വിപ്ലവ കവി എന്നറിയപ്പെടുന്ന ആരാണ്? കാവാലം നാരായണ പണിക്കർ, വയലാർ രാമവർമ്മ, അക്കിത്തം, ഇടശ്ശേരി ഗോവിന്ദൻ. വയലാർ രാമവർമ്മയാണ് വിപ്ലവ കവി. ഗർജിക്കുന്ന സിംഹം, മലയാള കവിതയിലെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന കവി വയലാർ രാമവർമ്മയാണ്. വയലാർ രാമവർമ്മയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്ന് മക്കളെ ഓർത്ത് വെക്കണം. വയലാർ രാമവർമ്മ കവി എന്നതിനേക്കാൾ ഉപരി കവി എന്നതിനോടൊപ്പം മലയാളി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഗാനരചയിതാവ് എന്ന നിലയിലൂടെയാണ് കേട്ടോ. മലയാളത്തിൽ 2000-ഓളം സിനിമാ ഗാനങ്ങൾക്ക് രചന നിർവഹിച്ച 2000-ഓളം വരുന്ന 2000 തന്നെയാണ് മലയാള സിനിമാ ഗാനങ്ങൾ എഴുതിയ ആളുകൂടിയാണ് വയലാർ രാമവർമ്മ എന്ന് പറയുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക. വാസ ഉറങ്ങിയ, റങ്കിയ ഭാഷ, പെയ്മ വീണ്, വീന്ത് കഥ അല്ലേ? ഉത്തരം 1B അല്ലേ? 1B, 2A. രണ്ടാമത്തത് എയിലാണ് വരുന്നത്. ഉറങ്ങിയ. പൈമ ഏതാ വരുന്നത്? 3 പൈമ 3 വരുന്നത് D ആണ്. ഏത്? കഥയാണ്. വീന്ത് C ആണ്. ഏതാ? വീണ്. അപ്പോൾ ശരിയായ പദം നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു പദം ഇവിടെ ഉത്തരം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാള ഭാഷയിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടിയവരുടെ കാലഗണനാ ക്രമപ്രകാരമാണ് G ശങ്കരക്കുറുപ്പ്, തകഴി, SK പൊറ്റക്കാട്, MT അക്കിത്തം, ONV. G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി, MT അക്കിത്തം, ONV. G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി, MT, ONV, അക്കിത്തം. ഇതാണ് ശരിയായി വരിക കേട്ടോ മക്കളെ. C ആണ് ശരിയായി വരിക. കാരണം ആദ്യമായി കിട്ടുന്നത് G ശങ്കരക്കുറുപ്പിനാണ്, രണ്ടാമത് കിട്ടുന്നത് SK പൊറ്റക്കാട്ടിനാണ്, മൂന്നാമത് കിട്ടുന്നത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്, നാലാമത് കിട്ടുന്നത് MT വാസുദേവൻ നായർക്കാണ്, അഞ്ചാമത് കിട്ടുന്നത് ONV കുറുപ്പിനാണ്, അവസാനമായി ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അതാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ ഒരു കൃത്യമായ ഇതെന്ന് പറയുന്നത്. അപ്പം സി ആണ് ഉത്തരം ശരിയായിട്ട് വരുന്നത്. താഴെ നൽകിയ തെറ്റായ പദജോഡി കണ്ടെത്തുക. സുരേന്ദ്രൻ, EMS, പ്രഭ, വൈക്കം മുഹമ്മദ് ബഷീർ. കാക്കനാടൻ, PC ഗോപാലൻ. മാലതി കടത്തണ മാധ്യമ, കാക്കനാടൻ, PC ഗോപാലൻ.
ഇതാണ് താഴെ തന്നെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത്രയൊക്കെയാണ് മക്കളെ മലയാളം സെക്കൻഡിൽ നിന്ന് വരുന്ന പ്രധാന ചോദ്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, മക്കളൊക്കെ വളരെ നന്നായി എഴുതുക, നന്നായി എഴുതി സ്കോളർഷിപ്പ് വാങ്ങുക. എല്ലാവർക്കും USS പരീക്ഷ എളുപ്പമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ വീണ്ടും കാണും. USS പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പാഠഭാഗത്തുനിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഒന്ന് എക്സാം വിന്നറിലെ ഫാക്കൽറ്റീസിൽ ആർക്കെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ഞാൻ വന്ന് എടുക്കുന്നതായിരിക്കും. ഓക്കെ മക്കളെ.